ഇന്ന് നമുക്ക് കോളിഫ്ലവർ കൊണ്ട് ഒരു ഗോബി മഞ്ചൂരിയൻ റെഡിയാക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഒരു കോളിഫ്ലവർ ചെറിയ പീസാക്കി എടുത്തിട്ട് കുറച്ച് തിളച്ച വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കോളിഫ്ലവറോട് ഇട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്ത കോളിഫ്ലവറിനെ ഒന്ന് ഊറ്റിയെടുക്കുക. അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ഓഫ് ആക്കാൻ വെക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം അത് വറക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാമേ. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ച് അതിനകത്തോട്ട് ഒരു 2 സ്പൂൺ മൈദപ്പൊടിയും ഒരു 3 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു 1.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 സ്പൂണ് ഗരം മസാല പൊടിയും കുറച്ച് ഉപ്പൂടിട്ടതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കാൻ പോവുകയാണേ. അങ്ങനെ നന്നായിട്ട് ഒട്ടും കട്ട കെട്ടാതെ നമ്മളിവിടെ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒത്തിരി തിക്കാകാനും പാടില്ല, ഒത്തിരി ലൂസാകാനും പാടില്ല. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഈ ബാറ്ററിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഒരു ശകല ഉപ്പും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ കോളിഫ്ലവർ വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയും നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ തണുത്ത കോളിഫ്ലവർ ഓരോന്ന് ആ മാവിനകത്തോട്ട് മുക്കി നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണേ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ എല്ലാം എണ്ണയ്ക്കകത്തിട്ടു. ഇനി ഇത് നന്നായിട്ട് തീ കൂട്ടി വെച്ച് തിരിച്ചും മറിച്ചും നല്ലപോലെ ഇട്ട് മൂപ്പിച്ചെടുക്കണേ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇങ്ങനെ നമ്മുടെ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി അതിനെ ഓരോന്നിനെയും നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു 4 മണി പലഹാരമായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് മുക്കി കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഗോബി മഞ്ചൂരിയൻ കറി പോലെയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഞാനിതൊരു 4 മണി പലഹാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. ഞാനപ്പോൾ അതിൻ്റെ കറിക്കുള്ള ഗ്രേവി റെഡിയാക്കാൻ വേണ്ടി നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുത്ത് വെച്ച സെയിം പാനും എണ്ണയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് നമ്മുടെ പച്ചമുളക് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. തീ ഏറ്റവും കൂട്ടി തന്നെ വെക്കുക. അതൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിനകത്തോട്ട് സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കുക. ഉണിയന് വിട്ട് ഒത്തിരി അങ്ങ് വഴറ്റല്ലേ, ഒരു ക്രഞ്ചി ഫീലിംഗ് വേണം. അതേപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഒരു തക്കാളിക്ക് 1/4 മതിയാവും. ഒരു തക്കാളിക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതും സ്ക്വയറായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കണേ. നമ്മുടെ തക്കാളി ഒരു ഓൾമോസ്റ്റ് 1/4 വഴന്ന് കഴിയുമ്പോൾ ഞാൻ അതിനകത്തോട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, നിങ്ങളുടെ എരിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി മുന്നോട്ടോ പുറകോട്ടോ ആക്കാം. അതിലോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഏത് കളറാണെങ്കിലും മിക്സഡ് കളറോ 1 കളറോ ആയിട്ട് ഇട്ട് കൊടുക്കാം. എൻ്റെ കുറച്ച് റെഡ് കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് സ്ക്വയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പ്രിംഗ് ഒണിയനും ഇട്ട് കൊടുക്കാമേ. അത് കുറച്ചൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമ്മൾ കോളിഫ്ലവർ മുമ്പേ വറക്കാനെടുത്ത് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ കുറച്ച് കോൺഫ്ലവറും കുറച്ച് ഉപ്പുകൂടി ഒഴിച്ച് നല്ല വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ അത് കലക്കിയതിന് ശേഷം നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. കൈ തോരാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം നീട്ടുകയോ കുറുക്കുകയോ ചെയ്യാം. അതിനനുസരിച്ചുള്ള വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് കോളിഫ്ലവറോടോ കലക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ആവി കയറി കഴിയുമ്പോൾ നമ്മുടെ കോളിഫ്ലവർ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.